പത്തനംതിട്ട തിരുവല്ലയിൽ CPIM പ്രാദേശിക വനിതാ നേതാവ് സഹപ്രവർത്തകയെ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന പരാതി അന്വേഷിക്കാൻ ഏരിയ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും പാർട്ടി തുടർ നടപടികൾ സ്വീകരിക്കുക. തിരുവല്ല CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയും ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ രമ്യ ബാലനെ അധിക്ഷേപിച്ചുവെന്നാണ് പരാതി. AV ജയശങ്കർ വിവരങ്ങളുമായി ചേർന്നു. ജയശങ്കർ, ഈ പരാതി എപ്പോഴാണ് പാർട്ടിയിലേക്ക് എത്തുന്നത്? ആ പരാതിയുടെ പശ്ചാത്തലം എന്താണ്? ജയശങ്കർ, 7 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു പാർട്ടി ഇത്തരത്തിലൊരു ജാതി അധിക്ഷേപ പരാതി നൽകുന്നത്. തിരുവല്ല ഓഫീസ് സെക്രട്ടറിയും ഒപ്പം തന്നെ ബാലസംഘത്തിന്റെ സംസ്ഥാന നേതാവുമാണ് ഇത്തരത്തിൽ പാർട്ടിയെ സമീപിക്കുന്നത്. പക്ഷെ ആ നടപടി ഉണ്ടായി മാധ്യമവാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ഏരിയ കമ്മിറ്റി യോഗം ചേരുകയും വിഷയം അന്വേഷിക്കാൻ ഏരിയ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നേരിട്ട പെൺകുട്ടിക്ക് നിലവിൽ പാർട്ടി നൽകിയിരിക്കുന്ന ഉറപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കാര്യങ്ങൾ അറിയിക്കുകയും ഇതിൽ ഒരു നടപടി വേണമെന്ന നിലപാടും അറിയിച്ചിരുന്നു. ഈ മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട യോഗത്തിന് ശേഷം മഹിളാ അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഒരു അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് എന്തായാലും പരാതി. ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പുരോഗമന സംഭവമൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ CPM നേതാക്കളിൽ നിന്ന് വരുന്നത് വലിയ ഗൗരവത്തോടു കൂടിയാണ് ജില്ലയിലെ പാർട്ടി എടുക്കുന്നതെന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്ന സൂചനയും അവർ തരുന്നതായാലും ഇനി ഏരിയ കമ്മിറ്റി പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് രേഖാമൂലം ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാമിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു എന്ന് കേൾക്കുന്നു. പട്ടികജാതി ക്ഷേമസമിതി പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോവാത്തത്? അതായത് ഈ പട്ടികജാതി ക്ഷേമ സമിതിയുടെ ഒരു കൃത്യമായ ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ പാർട്ടി ഒരു വലിയ നടപടിയിലേക്കൊക്കെ കടക്കാനുള്ള ഒരു കാരണമായത്. കാരണം അവർ കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടി വേണമെന്ന ആവശ്യം പാർട്ടിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചിരുന്നു. അവിടെ ഉന്നതമായ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ വന്ന യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയിരുന്നത്. ചില ശബ്ദരേഖകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു. ഈ പെൺകുട്ടിയായി നമ്മൾ സംസാരിക്കുമ്പോൾ പാർട്ടിയിൽ നിന്നൊരു നടപടി ഇല്ലെങ്കിൽ മാത്രം നിയമപരമായി നീങ്ങുമെന്നാണ് ഈ പ്രശ്നം നേരിട്ട രമ്യ ബാലൻ പറയുന്ന സാഹചര്യം ഉണ്ടായത്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് രമ്യ ബാലൻ അത്തരത്തിലാണ് പറഞ്ഞത്. ഈ മഹിളാ അസോസിയേഷന്റെ ഏരിയ പ്രസിഡന്റ് ഹൈമ S പിള്ളക്കെതിരെയായിരുന്നു ഇത്തരത്തിലുള്ള പരാതി. 8 ദിവസത്തിലധികം ഈ പരാതി നൽകിയിട്ട് പിന്നീട് മാധ്യമ വാർത്തകളൊക്കെ വന്നതിന് ശേഷം കൂടിയാണ് തിരുവല്ല ഏരിയ കമ്മിറ്റി ചേർന്നുകൊണ്ട് ഇതിലൊരു നടപടിക്ക് ഒരുങ്ങിയത്. ഈ പട്ടികജാതി ക്ഷേമ സമിതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായക ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇവർ ഈ വിഷയത്തിലൊരു അന്തിമ തീർപ്പ് വേണമെന്നുള്ള നിലപാട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത്. ഇവരുടെ സമ്മർദ്ദവും പാർട്ടി ഇത്തരത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച കാര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ രമ്യ ബാലനുമായി നിരന്തരം സംസാരിക്കുന്നുണ്ട്. അവർ പാർട്ടിയിൽ വിശ്വസിക്കുന്നു. പാർട്ടി കൃത്യമായ ഒരു നടപടി എടുക്കും. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മാത്രം പുറത്തേക്ക് പോകും, നിയമപരമായ വഴികളിലേക്ക് നീങ്ങുമെന്നാണ് അവർ എന്തായാലും പറയുന്നത്. എന്തായാലും ഏരിയ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതി കമ്മീഷൻ പരിശോധന നടത്തും. ആ പരിശോധന അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാമെന്നാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അശ്വിനി, മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഹൈമാസി പിള്ള ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രമ്യ ബാലനെതിരെ ജാതീയമായ അധിക്ഷേപം നടത്തി എന്നതാണ് പരാതി. രമ്യ പല തലങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസിൽ ഇടപെടലുണ്ട്. നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.